ഒരിക്കലും ഉറപ്പായിട്ട് അർച്ചന നമ്മളെ തിരിച്ചറിയും. അങ്ങനെ തിരിച്ചറിയുന്ന നിമിഷം അവൾ നമ്മുടെ അടുത്തേക്ക് വരും. അതുവരെ ഈ വിധിയോട് പൊരുതി നമ്മൾ കാത്തിരിക്കണം. ഇവിടെയൊന്നും ആരെയും കാണുന്നില്ലല്ലോ സാർ. സാർ, ഇവിടെ തന്നെയാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. അയ്യോ, വിടറവനെ നിക്കടാ. അവന്തിക എനിക്ക് വേണ്ടി ഒരുക്കിയ കെണിയാണിത്. അതുകൊണ്ടാണ് സുഗതമേനവനെ കൊണ്ടുപോയിട്ടും ആ ട്രാക്കർ ഡിവൈസ് ഇവിടെ ഉപേക്ഷിച്ചത്. സാരല്ല, എല്ലാത്തിനും ഞാൻ എടുത്തോളാം. അമ്മേ, എപ്പോഴെങ്ങനെ വിഷമിച്ചോണ്ടിരുന്ന അസുഖം കൂടുകയല്ലേ ഉള്ളൂ. സമയത്ത് ഭക്ഷണം കഴിക്കുക, ഉറങ്ങുകയും വേണം. ഭക്ഷണം കഴിക്കാനെടുത്ത അത് തൊണ്ടേന്ന് താഴേക്ക് ഇറങ്ങണ്ടേടാ. കഴിക്കുന്നതിനെങ്കിലും രുചി തോന്നണ്ടേ. ഉറങ്ങാൻ കിടന്നാലോ ഉറക്കവും വരത്തില്ല. എന്റെ മോള് എന്റെ അടുത്ത് വന്ന് അമ്മയിൽ നിന്ന് വിളിക്കുന്നവരെ എനിക്കൊരു സമാധാനം ഉണ്ടാവത്തില്ല. അമ്മേ, നമ്മൾ ശ്രമിക്കാഞ്ഞിട്ടല്ലല്ലോ, അവൾക്ക് ഓർമ്മയില്ലാഞ്ഞിട്ടല്ലേ. അമ്മ മരുന്ന് കഴിച്ചോ? ഇല്ല. ഓ, എനിക്കിനി മരുന്നും മന്ത്രമൊന്നും വേണ്ട. എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാ മതി. അമ്മേ, അമ്മ അങ്ങനെ പറയരുത്. അങ്ങനെയെങ്കിൽ ഞാൻ എത്ര വട്ടം മരിക്കണമായിരുന്നു. എന്നെപ്പോലെ തകർന്നൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ കാണൂ. സ്വന്തം കുടുംബം, അച്ഛൻ, ഭാര്യ, മകൾ, ഞങ്ങൾക്കുണ്ടായിരുന്ന സ്വത്തുക്കൾ എല്ലാം നഷ്ടപ്പെട്ടവനല്ലേ ഞാൻ. എന്റെ ഭാര്യ മറ്റൊരാളുടേതായി കൺമുന്നിൽ ജീവിക്കുന്ന കണ്ട് ചിരിക്കണോ കരയണോ എന്നറിയാതെ, മരിക്കാൻ പോലും പറ്റാതെ ഇപ്പോഴും ഞാൻ അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്നില്ലേ. നിന്നെ കാണുമ്പോഴാണ് അമ്മയുടെ നെഞ്ചി പൊടിച്ചു പോകുന്നത്. നീ അനുഭവിക്കുന്ന വേദന ലോകത്തൊരാൾക്കും ഉണ്ടാവരുതെന്ന് അമ്മ പ്രാർത്ഥിക്കുന്നത്. ഇന്നവൾ എന്നെ തിരിച്ചറിയുന്നില്ല. പക്ഷേ അതുകൊണ്ട് നാളെ തിരിച്ചറിയില്ല എന്ന് വിധി എഴുതാൻ പറ്റില്ലല്ലോ. അമ്മ വിഷമിക്കണ്ട. ഒരിക്കലും ഉറപ്പായിട്ട് അർച്ചന നമ്മളെ തിരിച്ചറിയും.
അങ്ങനെ തിരിച്ചറിയുന്ന നിമിഷം അവൾ നമ്മുടെ അടുത്തേക്ക് വരും. അതുവരെ ഈ വിധിയോട് പൊരുതി നമ്മൾ കാത്തിരിക്കണം. അമ്മ ഈ മരുന്ന് കഴിക്കുക. ബാക്കിയൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. കഴിക്കുക. മോനെ, അമ്മയ്ക്ക് നാളെ ഒന്ന് അമ്പലത്തിൽ വരെ ഒന്ന് പോണം. എന്റെ മോള് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അവൾക്ക് വേണ്ടി ഒരു വഴിപാട് നടത്തണം. ഈ വയ്യാതിരിക്കുന്ന അവസ്ഥയിൽ ഒരമ്പലത്തിലും പോകണ്ട. ഏത് വഴിപാട് നടത്തണമെന്ന് പറഞ്ഞാൽ മതി, അത് ഞാൻ പോയി നടത്തിക്കോളാം. ആ, അങ്ങനെ പറയല്ലേടാ മോനെ. ദൈവത്തിനോട് എനിക്ക് നേരിട്ട് ചോദിക്കണം, എന്റെ മോളെ എനിക്ക് തിരിച്ചു തരില്ലേ എന്ന്. അമ്മേ, നീ എന്നെ അമ്പലം വരെ ഒന്ന് കൊണ്ടുപോവോ? പറയടാ. കൊണ്ടുപോവാം. വാമേ. അമ്മ ഇവിടെ നിൽക്കേ, ഞാൻ പോയി വഴിപാടിന് രസീത് എഴുതാം. വേറെ അങ്ങോട്ടും പോവില്ല കേട്ടോ. ഭഗവാനെ, ഭഗവാനെ, എന്റെ മോൾ എനിക്ക് നീ തിരിച്ചു തരണം. ഓരോ നിമിഷവും മനസ്സുരുകി നിന്നോട് പ്രാർത്ഥിച്ചിട്ടും ഇതുവരെ അവിടെ തന്റെ പ്രാർത്ഥന കേൾക്കാത്തത് എന്താ?